2025 എന്ന അവിസ്മരണീയ വർഷം പടിയിറങ്ങാൻ ഒരാഴ്ച ദൂരം പോലുമില്ല. ഫുട്ബോൾ ആരാധകർക്ക് അവർ എന്നും ഓർമ്മിക്കപ്പെടുന്ന നിമിഷങ്ങൾ സമ്മാനിച്ച ഈ വർഷം പല വ്യക്തികൾക്കും ടീമുകൾക്കും അവരുടെ സ്വപ്ന സാഫല്യത്തിൻ്റെ കൂടി വർഷമായിരുന്നു. കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടമായ കിരീടങ്ങൾ നേടിയെടുത്ത വർഷം, പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിനൊടുവിൽ പലരും വിജയമതിരുന്നുണഞ്ഞ വർഷം, ഹൃദയഭേദകമായ പടിയിറക്കങ്ങളും വിടവാങ്ങലുകളും കണ്ട വർഷം. 2025 ഫുട്ബോൾ ഓർമ്മകളിലൂടെ ഒന്ന് കണ്ണോടിക്കാം. ഇംഗ്ലീഷ് ക്ലബ്ബുകൾക്ക് മറക്കാനാവാത്തൊരു വർഷമായാണ് 2025 വിട പറയുന്നത്. കരബാവ് കപ്പിൻ്റെ 68ാം എഡിഷനായിരുന്നു വേദി. ടോട്ടനാമിനെ തകർത്തു വരുന്ന ലിവർപൂളും ആർസനലിനെ പരാജയപ്പെടുത്തിയെത്തുന്ന ന്യൂകാസിലും മുഖാമുഖം എത്തുമ്പോൾ ഒരു തീപ്പാറും പോരാട്ടം തന്നെയായിരുന്നു എല്ലാവരും ഉറപ്പിച്ചത്. എങ്കിലും സകല മാധ്യമങ്ങളും ആർനെ സ്ലോട്ടിനും സംഘത്തിനും കൂടുതൽ വിജയസാധ്യത കൽപ്പിച്ചിരുന്നു. പക്ഷേ ആ മത്സരത്തിൻ്റെ ഫുൾ ടൈം വിസിൽ സകല പ്രവചനങ്ങളെയും കാറ്റിൽ പറത്തുന്ന ഒന്നായിരുന്നു. ഡാൻ ബേർണിൻ്റെയും ഇസാക്കിൻ്റെയും ഗോളുകളിൽ ന്യൂകാസിൽ വിജയം ഉറപ്പിച്ചു. 1955 FA കപ്പ് വിജയത്തിന് ശേഷമുള്ള അവരുടെ ആദ്യ ഡൊമസ്റ്റിക് കിരീടം. ക്ലബിൻ്റെ 70 വർഷത്തെ കിരീടത്തിനായുള്ള കാത്തിരിപ്പിനാണ് അന്ന് വെംബ്ലിയിൽ തിരശ്ശീല വീണത്. ന്യൂകാസിലിൻ്റെ വിജയം വെറുമൊരു തുടക്കമായിരുന്നു. ഇംഗ്ലീഷ് ഫുട്ബോളിലെ അവിസ്മരണീയ നിമിഷങ്ങളുടെ വെറുമൊരു സാമ്പിൾ മാത്രം. മെയ് 17 പെപ്പിൻ്റെ മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ ഒലിവർ ഗ്ലാസ്നറുടെ ക്രിസ്റ്റൽ പാലസ് FA കപ്പ് ഫൈനലിൽ ഇറങ്ങുന്നു. ഒരു ദാവീദ് ഗോലിയാത്ത് യുദ്ധമായാണ് അതിനെ പല മാധ്യമങ്ങളും വിലയിരുത്തിയത്. മത്സരഫലവും അതുപോലെ തന്നെയായിരുന്നു. എബ്രച്ചേസയുടെ ഏക ഗോളിൽ ക്രിസ്റ്റൽ പാലസ് കിരീടമുയർത്തി. 119 വർഷത്തെ കിരീട വരൾച്ചക്കാണ് പാലസ് ആ വിജയത്തോടെ വിരാമമിട്ടത്. ഡൊമസ്റ്റിക് കിരീടങ്ങളിൽ മാത്രമായിരുന്നില്ല ഇംഗ്ലീഷ് ക്ലബ്ബുകളുടെ തേരോട്ടം കണ്ടത്. ലീഗിൽ 15ഉം 17 സ്ഥാനക്കാരായ ടോട്ടനാമും മാഞ്ചസ്റ്റർ യുണൈറ്റഡും യൂറോപ്പ ലീഗ് ഫൈനലിൽ മുഖാമുഖം വന്നു. 17 വർഷമായി കിരീടങ്ങളൊന്നും എത്താത്ത ടോട്ടനാം ഷെൽഫിലേക്ക് ബ്രണ്ണൻ ജോൺസന്റെ ഏക ഗോൾ ഒരു യൂറോപ്യൻ കിരീടം എത്തിച്ചു. തന്റെ 2ാം സീസണിൽ ഒരു കിരീടം നേടാറുള്ള പരിശീലകൻ ആംഗെ പോസ്റ്റകോഗ്ലുവിന്റെ ശീലം ഇവിടെയും നടന്നു. 10 വർഷക്കാലം ക്ലബിനായി പന്ത് തട്ടിയ ഹ്യൂമിൻസൺ ക്ലബിനൊപ്പം തന്റെ ആദ്യ കിരീടത്തിലെത്തുന്ന കാഴ്ചക്കും അന്ന് സാൻമാമ സ്റ്റേഡിയം സാക്ഷിയായി. 2025 കോൺഫറൻസ് ലീഗ് കിരീടവും ഇംഗ്ലീഷ് മണ്ണിലേക്കാണ് എത്തിയത്. റയൽ ബെറ്റിസിനെ 1-4 ഗോളുകൾക്ക് തച്ചു തകർത്ത് വിട്ട ചെൽസി മുഴുവൻ UEFA ടൂർണമെന്റുകളും ജേതാക്കളാവുന്ന ആദ്യ ക്ലബ് എന്ന റെക്കോർഡും സ്വന്തം പേരിലാക്കി. പുതിയ ഫോർമാറ്റിലേക്ക് മാറിയ ക്ലബ് ലോകകപ്പ് കിരീടവും എൻസോ മാരസ്കയും സംഘവുമാണ് നേടിയത്. ചാമ്പ്യൻസ് ലീഗ് ജേതാക്കളായി എത്തിയ PSG നിലംപരിശാക്കി വിട്ട ചെൽസി ലോക ചാമ്പ്യന്മാരുടെ സുവർണ്ണ ബാഡ്ജും അണിഞ്ഞാണ് ഇനി 4 വർഷക്കാലം പന്ത് തട്ടുക. മുൻ ക്ലബ് ലോകകപ്പുകളെ ഇന്റർ കോണ്ടിനെന്റൽ കപ്പായി നാമധേയം ചെയ്തതോടെ നേടാവുന്ന മുഴുവൻ കിരീടങ്ങളും നേടിയ ആദ്യ ടീമായി മാറി ചെൽസി. പുത്തൻ പുതിയ ഫോർമാറ്റിൽ ഒരു പുത്തൻ പുതിയ ജേതാവിനെ ചാമ്പ്യൻസ് ലീഗിലും കണ്ടു. 5 വർഷം മുമ്പ് ബയേണിന് മുന്നിൽ കാലിടേറി മടങ്ങിയ PSG ക്ലബ് ചരിത്രത്തിൽ ആദ്യമായി ഒരു യൂറോപ്യൻ കിരീട ജേതാക്കളായി. സീസണിലുടനീളം മികച്ച ഫോമിൽ പന്ത് തട്ടിയ ബാഴ്സയെ വീഴ്ത്തി ഫൈനലിലെത്തിയ ഇന്ററിന് യാതൊരു അവസരവും നൽകാത്ത പ്രകടനമായിരുന്നു ഫൈനലിൽ PSGയുടേത്. എതിരില്ലാത്ത 5 ഗോളുകൾക്ക് വിജയിച്ച ടീം സമീപകാലത്തെ ചാമ്പ്യൻസ് ലീഗ് വിജയങ്ങളിൽ ഏറ്റവും ആധികാരിക വിജയമാണ് സ്വന്തമാക്കിയത്. ഫ്രഞ്ച് ലീഗ് കിരീടം ഉൾപ്പെടെ ട്രോഫികൾ വാരിക്കൂട്ടിയ PSG നിറഞ്ഞു കളിച്ച ഡെമ്പലെ ഈ വർഷത്തെ ബാലൻഡിയോർ സ്വന്തം പേരിലാക്കി. ഇറ്റലിയിൽ AC മിലാനെ വീഴ്ത്തി ബൊളോഗ്ന കോപ്പ ഇറ്റാലിയ ജേതാക്കളായി. 115 വർഷത്തെ ചരിത്രമുള്ള ക്ലബിൻ്റെ 51 വർഷത്തെ കിരീട വരൾച്ചക്കാണ് അന്ന് വിരാമമായത്. 2006-7 ബുണ്ടസ് ലീഗ ജയത്തിന് ശേഷം കിരീടങ്ങളൊന്നും നേടാത്ത VfB സ്റ്റുട്ട്ഗാർട്ടും ഈ വർഷം കിരീടമുയർത്തി. DFB പോക്കൽ ഫൈനലിൽ അർമീനിയയെ 4-2 അവർ തകർത്തു വിട്ടത്. ക്ലബ്ബുകൾ പലതും തങ്ങളുടെ കിരീട വരൾച്ചയ്ക്ക് അറുതി വരുത്തിയ വർഷത്തിൽ കരിയറിലെ ആദ്യ കിരീട നേട്ടം ആസ്വദിച്ചൊരു വ്യക്തി കൂടി ഉണ്ടായിരുന്നു ജർമ്മനിയിൽ. ഹാരി കെയ്ൻ. ടോട്ടനാമിനൊപ്പമുള്ള ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ തോൽവിയും ഇംഗ്ലണ്ടിനൊപ്പമുള്ള യൂറോ കപ്പ് തോൽവിയുമെല്ലാം വല്ലാതെ അലട്ടിയിരുന്ന കെയ്നിന് ഈ വർഷത്തെ ബുണ്ടസ് ലീഗ വിജയം 1.5 പതിറ്റാണ്ട് നീളമുള്ള കരിയറിലെ ആദ്യ കിരീട നേട്ടമായിരുന്നു. 90 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കിരീടമുയർത്തിയ ബെൽജിയൻ ക്ലബ് റോയൽ യൂണിയൻ സെന്റ് ഗിലോസ്. 1933 ശേഷം ആദ്യ മേജർ കിരീടം നേടിയ നെതർലാൻഡ്സ് ക്ലബ് ഗോ എഹെഡ് ഈഗിൾസ്. സൈപ്രസ് ക്ലബ് പാഫോസ്. MLS കപ്പ് ജേതാക്കളായ ഇന്റർ മയാമി എന്നിങ്ങനെ 2025 കിരീട നേട്ട വിസ്മയങ്ങളുടെ നിരയിൽ ആളുകൾ ഏറെയുണ്ട്. 2025 ഇന്ത്യൻ ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം ഉയർച്ച താഴ്ചകളുടെ വർഷമായിരുന്നു. അതിലേറ്റവും എടുത്തു പറയേണ്ടത് ISLന്റെ കാര്യമാണ്. നീണ്ടൊരു ദശാബ്ദകാലം ഇന്ത്യൻ ഫുട്ബോളിൻ്റെ മുഖമുദ്രയായിരുന്ന ടൂർണമെൻറ്റ് മാസ്റ്റർ റൈറ്റ്സ് എഗ്രിമെൻറ്റുമായി ബന്ധപ്പെട്ട കാരണങ്ങളാൽ അനിശ്ചിതകാലത്തേക്ക് നിർത്തലാക്കുകയായിരുന്നു. ISLന് പുറമെ I ലീഗും വിമൻസ് ലീഗും അടക്കം സകല നാഷണൽ ടൂർണമെൻറ്റുകളും ഈ പ്രതിസന്ധിയിലൂടെ കടന്നുപോയി. സൂപ്പർ കപ്പ് സമാപിച്ചതിന് പിന്നാലെ വിമൻസ് ലീഗ് തുടങ്ങാൻ തീരുമാനമായിട്ടുണ്ടെങ്കിലും ISLുമായി ബന്ധപ്പെട്ട യാതൊരു അറിയിപ്പും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. പല ക്ലബ്ബുകളും ഇതിനോടകം തന്നെ തങ്ങളുടെ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ISL ക്ലബ് മുംബൈ സിറ്റിയുമായുള്ള ബന്ധം ഉപേക്ഷിക്കാൻ സിറ്റി ഗ്രൂപ്പ് ഒരുങ്ങുന്നതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഇന്ത്യൻ പുരുഷ ടീം പരിശീലകനായുള്ള ഖാലിദ് ജമീലിന്റെ വരവാണ് മറ്റൊരു പ്രധാന സംഭവം. 13 വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യക്കാരൻ പുരുഷ ടീം പരിശീലകനാവുന്നത്. ഖാലിദ് ജമീലിന് കീഴിൽ കാഫ കപ്പിലിറങ്ങിയ സംഘം 3ാം സ്ഥാനക്കാരായാണ് തിരികെ എത്തിയത്. ടീമിലെ പ്രധാന താരങ്ങളെയെല്ലാം അവരുടെ ക്ലബ്ബായ മോഹൻ ബഗാൻ വിട്ടുകൊടുക്കാത്ത സാഹചര്യത്തിലും
ഖാലിദ് ജമീലിന്റെ സംഘം നടത്തിയ പോരാട്ട വീര്യം കയ്യടികൾ നേടി. 3 ഏജ് കാറ്റഗറിയിലും ഏഷ്യൻ കപ്പിന് യോഗ്യത നേടി ഇന്ത്യൻ വനിതാ ടീമുകളും 2025 തങ്ങളെ അടയാളപ്പെടുത്തി. പരിശീലകൻ നൌഷാദ് മൂസക്ക് കീഴിൽ തിളങ്ങിയ അണ്ടർ 23 പുരുഷ ടീമും ഈ വർഷം മനോഹരമാക്കി. വിരമിക്കൽ പ്രഖ്യാപനം പിൻവലിച്ച് സുനിൽ ഛേത്രി തിരികെ എത്തുന്ന കാഴ്ചക്കും ഈ വർഷം സാക്ഷിയായി. ഇന്ത്യൻ ഫുട്ബോൾ ലീഗുകൾ പ്രതിസന്ധിയിലൂടെ കടന്നുപോയപ്പോഴും കേരളത്തിന്റെ സ്വന്തം ലീഗായ സൂപ്പർ ലീഗ് കേരള തങ്ങളുടെ 2ാം സീസൺ വിജയകരമായി പൂർത്തീകരിച്ചു. 2 പതിറ്റാണ്ടിന് ശേഷം ഫുട്ബോൾ വിരുന്നെത്തിയ കണ്ണൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ സ്വന്തം കാണികളെ സാക്ഷിയാക്കി കണ്ണൂർ വാരിയേഴ്സ് തങ്ങളുടെ ആദ്യ കിരീടം സ്വന്തമാക്കി. പോർച്ചുഗീസ് താരം ഡിയാഗോ ജോട്ടയുടെ മരണമാണ് ഈ വർഷം ഫുട്ബോൾ ലോകത്തെ പിടിച്ചുകുലുക്കിയ വാർത്ത. ജോട്ടയും സഹോദരൻ ആന്ദ്രേ സിൽവയും സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടായിരുന്നു ഇരുവരുടെയും വിയോഗം. ഇതേ തുടർന്ന് തങ്ങളുടെ പുരുഷ വനിതാ അക്കാഡമി ടീമുകളിൽ നിന്ന് ലിവർപൂൾ തങ്ങളുടെ 20ാം നമ്പർ ജേഴ്സി പിൻവലിച്ചിരുന്നു. ലോകത്താകമാനമുള്ള പല കായിക വേദികളും ഈ 2 താരങ്ങളുടെയും അനുസ്മരണത്തിനും വേദിയായി. ക്ലോപ്പിന് കീഴിൽ ട്രാൻസ്ഫർ വിൻഡോകളിൽ കാര്യമായി പണമിറക്കാത്ത ലിവർപൂൾ ഈ വർഷം ജൂണിൽ 2 തവണ ബ്രിട്ടീഷ് റെക്കോർഡ് മറികടന്നു. ഫ്ലോറിയൻ വിറ്റ്സ്, അലക്സാണ്ടർ ഇസാക്ക് എന്നിവരെ എത്തിച്ച സ്ലോട്ടിന് പക്ഷേ അതിനൊത്ത പ്രകടനം ഇതുവരെ പുറത്തെടുക്കാനായിട്ടില്ല. പരിശീലകരും താരങ്ങളും ഉൾപ്പെടെ നിരവധി കൂടുമാറ്റങ്ങൾക്ക് ഈ വർഷം സാക്ഷിയായി. റയൽ വിട്ട് കാർലോ അൻസലോട്ടി ബ്രസീൽ പരിശീലകനായപ്പോൾ മുൻ താരം കൂടിയായ സാബി അലോൺസോ റയൽ പരിശീലക കുപ്പായം എടുത്തണിഞ്ഞു. തോമസ് മുള്ളർ, ലൂക്ക മോഡ്രിച്ച്, ഹ്യൂമിൻസൺ, അലക്സാണ്ടർ അർണോൾഡ് തുടങ്ങിയ താരങ്ങൾ ദീർഘകാല സേവനത്തിനൊടുവിൽ പുത്തൻ ടീമുകളിലേക്ക് ചേക്കേറി. മുള്ളറും സണ്ണും MLS ചൂട് മാറ്റിയപ്പോൾ മോഡ്രിച്ച് AC മിലാനിലേക്കും ട്രെൻറ്റ് റയലിലേക്കും മാറി. യുണൈറ്റഡിൽ നിന്നും മാർക്കസ് റാഷ്ഫോർഡ് ലോണിൽ ബാർസയിലേക്കും എത്തി. പടിയിറക്കങ്ങൾക്കൊപ്പം 2025 കളി മതിയാക്കിയവരുടെ നിരയിലും പല പ്രമുഖ പേരുകളുമുണ്ട്. ജോർഡി അൽബ, സെർജിയോ ബുസ്കറ്റ്സ്, സാമുവൽ ഉംറ്റിറ്റി, മാറ്റ് സമ്മൽസ്, മാർസലോ തുടങ്ങിയവരാണ് ഈ വർഷം ബൂട്ടയച്ചവരുടെ ലിസ്റ്റിലെ പ്രധാനികൾ. വനിതാ ഫുട്ബോളിലും 2025 സംഭവബഹുലമായിരുന്നു. തുടർച്ചയായ 2ാം തവണയും ഇംഗ്ലണ്ട് വനിതാ യൂറോ ജേതാക്കളായ വർഷം സ്പാനിഷ് താരം എയ്റ്റാന ബൊൺമാറ്റി തന്റെ ഹാട്രിക് ബാലൻഡോർ സ്വന്തമാക്കി. വനിതാ ഫുട്ബോളിൽ തുടർച്ചയായ 3 ബാലൻഡോർ വിജയിക്കുന്ന ആദ്യ താരമാണ് ബോൺമാറ്റി. വനിതാ ഫുട്ബോളിലെ ആദ്യത്തെ 1 മില്യൺ ട്രാൻസ്ഫറും ഈ വർഷമാണ് നടന്നത്. ലിവർപൂളിൽ നിന്നും ആർസനലിലേക്ക് ചേക്കേറിയ ഒലിവിയ സ്മിത്താണ് ഈ നേട്ടം സ്വന്തം പേരിൽ കുറിച്ചത്. കൂടുമാറ്റങ്ങളുടെ ജനുവരി വിൻഡോയോടെയാണ് 2026 തുടങ്ങുന്നത്. 48 ടീമുകളുമായി പുത്തൻ പുതിയ ഫോർമാറ്റിലുള്ള ലോകകപ്പും അടുത്ത വർഷത്തെ പ്രധാന അട്രാക്ഷനുകളിലൊന്നാണ്. 2025 സമാനമായി അടുത്ത വർഷവും കിരീട വരൾച്ചകൾ അവസാനിക്കുന്ന കാഴ്ചക്ക് ഫുട്ബോൾ ആരാധകർ സാക്ഷിയാവുമോ? 2 പതിറ്റാണ്ടായി അകന്നു നിൽക്കുന്ന പ്രീമിയർ ലീഗ് കിരീടം ആർട്ടേറ്റ എമിറേറ്റ്സിലേക്ക് എത്തിക്കുമോ? ആദ്യ ലോക കിരീടം മോഹിച്ചിറങ്ങുന്ന പോർച്ചുഗൽ ഇക്കുറി കിരീടത്തിൽ മുത്തമിടുമോ? കാത്തിരുന്നു കാണാം.